എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ. ഈ വീഡിയോ ചെയ്യുന്നത് ബേസിക്കലി IVF-നെ കുറിച്ചാണ്. ഒരു സാധാരണക്കാരന് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് IVF ചെയ്യാൻ പോകുമ്പം സാമ്പത്തികം തന്നെയാണ്, അല്ലേ? അവർക്ക് ഇത്രയും ഒരു എമൗണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഒരു ധാരാളം പേഷ്യൻസിനെ നോക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. പേഷ്യൻസിനെ വർഷങ്ങളായിട്ട് ധാരാളം, അപ്പോൾ കുറേ പേരെ കണ്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ്. ഇവർ വരുന്ന ചിലപ്പം 10 വർഷം കല്യാണം കഴിഞ്ഞിട്ട്, 12 വർഷം കല്യാണം കഴിഞ്ഞിട്ട്, 15 വർഷം കല്യാണം കഴിഞ്ഞിട്ട്. ഞാൻ ഇവരുടെ പേപ്പറൊക്കെ നോക്കുമ്പോൾ ഒരു 3 വർഷം കല്യാണം കഴിഞ്ഞ് 3 വർഷം ആയപ്പം തന്നെ കണ്ടുപിടിച്ച് കാണും, അസൂസ്പേർമിയ കണ്ടുപിടിച്ച് കാണും, അല്ലെങ്കിൽ ബീജത്തിൻ്റെ കൗണ്ട് 2 മില്യൺ ആയിരുന്നു, 1 മില്യൺ ആയിരുന്നു. അതിനുശേഷം അവർ പല സ്ഥലങ്ങളിൽ പോയി, ഡോക്ടറെ 1 വർഷം ഞാൻ അലോപ്പതി നോക്കി, ഞാൻ ഇന്ന സ്ഥലത്ത് പോയി ഡോക്ടറെ കണ്ടു, ഞാൻ ഒരു 6 മാസം ആയുർവേദം കാണിച്ചു, 2 വർഷമായിട്ട് ഇപ്പോൾ ഹോമിയോ കഴിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അവർ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരു ഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞ വന്ധ്യതാ സ്പെഷ്യലിസ്റ്റ് ചിലപ്പോൾ ഒരു സ്ഥലത്തായിരിക്കും പോയത്. വന്ധ്യതാ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അവർ പറഞ്ഞാണ് IVF ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അതോടെ അവർ ആയുർവേദ ഹോമിയോയിലോട്ടൊക്കെ പോകും. അപ്പം ഞാൻ കണ്ടത്, അപ്പം എന്തുകൊണ്ടായിരിക്കും അവർ ഈ 12 വർഷവും 13 വർഷവും കഴിഞ്ഞിട്ട് IVF ചെയ്യാതിരിക്കുന്നത്? ആക്ച്വലി സാമ്പത്തികം തന്നെയാണ്. വേറെ അവർക്ക് IVF അവരെ വന്ന് കടിച്ചിട്ടില്ലല്ലോ. ഇത് IVF-നോട് അവർക്ക് ദേഷ്യവുമില്ല. അപ്പം ചെയ്യാതിരിക്കാനുള്ള പ്രധാന കാരണം സാമ്പത്തികം തന്നെയാണ്, അതിൽ സംശയമില്ല. പിന്നെ ഒരു മൊത്തത്തിലൊരു ഓറ നിൽപ്പുണ്ടാകും, അയ്യോ IVF എന്തോ വലിയ ചികിത്സയാണ്, എന്തോ വലിയ ബുദ്ധിമുട്ടേറിയ ചികിത്സയാണ്, കുറേ റെസ്റ്റ് എടുക്കേണ്ടി വരും, അത് കഴിഞ്ഞ് ഗർഭിണിയായി കഴിഞ്ഞാൽ ഗർഭിണിക്ക് ഭയങ്കര റെസ്റ്റ് ആയിരിക്കും. അങ്ങനെയുള്ള കുറേ തെറ്റിദ്ധാരണകളും അതിൻ്റെ പുറത്തുണ്ട്. ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് സാമ്പത്തികത്തിൻ്റെ പാർട്ടാണ്. നിങ്ങൾ അറിയേണ്ടത്, ഇപ്പോൾ ഒരു പേഷ്യൻ്റ് വരികയാണ്, ഒരു പേഷ്യൻറ്റിനെ ടെസ്റ്റുകൾ ചെയ്യുകയാണ്. നമ്മളൊരു 2 മില്യൺ കൗണ്ട് കണ്ടു, അല്ലെങ്കിൽ ഒരു 3 മില്യൺ കൗണ്ട് കണ്ടു. അതായത് വളരെ തുച്ഛമായ കൗണ്ടേ ഉള്ളൂ അദ്ദേഹത്തിന്. നമ്മൾ FSH നോക്കിയപ്പം കാണുന്നു ടെസ്റ്റിക്കുലർ ഫെയിലിയർ ആണ്, FSH കൂടി നിൽക്കുകയാണ്, വൃഷ്ണത്തിൻ്റെ കംപ്ലൈൻ്റ് ആണ്. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ളൊരു പേഷ്യൻ്റ് ആദ്യം മനസ്സിലാക്കേണ്ടത്, ഒരു കാരണവശാലും IVF അല്ലാതെ വേറെ ഏത് ചികിത്സാ രീതിയിലൂടെയും പ്രഗ്നൻ്റ് ആവാൻ സാധിക്കില്ല. IVF-ൽ പ്രഗ്നൻ്റ് ആവുമെന്ന് നമുക്ക് ഉറപ്പൊന്നുമില്ല. IVF-ൽ എത്രയോ പേര് നെഗറ്റീവ് ആവുന്നു, അല്ലേ? എനിക്ക് ഭയങ്കര വിഷമമാണ്, ഓരോ നെഗറ്റീവ് ആണെങ്കിലും ഭയങ്കര വിഷമമാണ്. എന്നാലും വേറെ ഒരു രീതിയിലും പോസിറ്റീവ് ആവാത്തവർ IVF-ലൂടെ പോസിറ്റീവ് ആവുന്നുണ്ട്. അപ്പം ഈ ഒരു വ്യക്തി, ഞാൻ ഈ പറഞ്ഞ ഒരു 2 മില്യൺ 3 മില്യൺ കൗണ്ടുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ 2 ട്യൂബും ബ്ലോക്ക് ഉള്ള ഒരു സ്ത്രീ, സിവിയർ ഗ്രേഡ് 4 എൻഡോമെട്രിയോസിസ് ഉള്ള ഒരു സ്ത്രീ, ഇവരൊക്കെ നാച്ചുറലി കൺസീവ് ചെയ്യാനുള്ള സാധ്യത ഓൾമോസ്റ്റ് ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ഇവർക്ക് എന്തായാലും IVF പോയേ പറ്റും. അപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന പ്രശ്നം സാമ്പത്തികം. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, പ്രത്യേകിച്ച് ഗ്രേഡ് 4 എൻഡോമെട്രിയോസിനോടൊന്നും ഞാൻ വെയിറ്റ് ചെയ്യാൻ പറയത്തില്ല, പക്ഷെ ബാക്കിയുള്ള ആണുങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ ചിലപ്പോൾ 6 മില്യൺ 7 മില്യൺ അയക്കാം, ചിലപ്പോൾ 10 മില്യൺ അയക്കാം. ഇവരൊരു 1 വർഷമോ 1.5 വർഷമോ ഒന്നും വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞ് വലിയൊരു പ്രശ്നം ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ 1 വർഷത്തിന് ശേഷം നമുക്ക് ചിലപ്പോൾ ബീജം കിട്ടാം. അങ്ങനെയുള്ളൊരു എന്താണ്, ഞാനിപ്പോൾ എൻ്റെ ഒരു ഡ്രീമുണ്ട്. എനിക്ക് സ്വന്തമായിട്ടൊരു IVF സംഭവമാണ്, വലിയൊരു ഡ്രീമാണ്. ഞാൻ ഇപ്പം എൻ്റെ IVF ഫെസിലിറ്റിയോട് ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് IVF ഉണ്ട്, പക്ഷേ സ്വന്തമായിട്ട് IVF സംഭവം എൻ്റെ ഒരു ആഗ്രഹമാണ്. അതുപോലെ നിങ്ങളുടെ ഒരു ഡ്രീമാണ് ആ കുട്ടി, അതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ ആ ലക്ഷ്യം നിങ്ങളൊരു പേപ്പറിൽ എഴുതി വെക്കുക. എൻ്റെ ലക്ഷ്യം IVF ചെയ്ത് നോക്കുക. ഞാൻ നേരത്തെ വീണ്ടും പറയുന്നു, IVF എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആവുന്നല്ല എൻ്റെ അർത്ഥം, പക്ഷേ ഞാൻ അതൊന്ന് ചെയ്തു നോക്കാമല്ലോ, ആവാനുള്ളൊരു സാധ്യത അതിനുണ്ടല്ലോ എന്തായാലും. അപ്പം എൻ്റെ ലക്ഷ്യം അതാണ്, എൻ്റെ ഡ്രീം അതാണ്, IVF ചെയ്ത് കുട്ടിക്ക് വേണ്ടി ശ്രമിക്കുക എന്നുള്ളത്. അതിന് ചിലവാകുന്ന ഇത്രയും തുകയാണ്, ഞാൻ ഉദാഹരണം പറയാം, 1.5 ലക്ഷം രൂപയാണ് അതിന് ചിലവാകുന്ന തുക. ആ ഒരു 1.5 ലക്ഷം രൂപയൊക്കെ ഈ കാലഘട്ടത്തിൽ കണ്ടെത്തുക എന്ന് പറയുന്ന അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഞാൻ ഒരു ഡിസ്ക്ലെയിമർ കൂടെ പറഞ്ഞോട്ടെ, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കാത്ത ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെ ഉണ്ട്. അവർ ദയവ് ചെയ്ത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യുക. ഇത് സാധാരണക്കാർക്ക് വേണ്ടി, അല്ലെങ്കിൽ ഒരു സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ്. അപ്പം ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. നിങ്ങളിങ്ങനെ വെറുതെ നിങ്ങൾ ആവൂ എന്ന് വിചാരിച്ച് സമയം കളയാതിരിക്കാൻ വേണ്ടി ഞാൻ പറയുന്നൊരു വീഡിയോ ആണ്. നിങ്ങൾ ഇത് ഫിക്സ് ചെയ്യുക, ഡെഡ് ലൈൻ ഫിക്സ് ചെയ്യുക. ഞാൻ 1 വർഷത്തിനുള്ള 1.5 ലക്ഷം രൂപ ഉണ്ടാക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു മാസം കണ്ടെത്തേണ്ട തുക എത്ര? ഒരു 12,000 രൂപ അല്ലെങ്കിൽ 15,000 രൂപയാണ് ഞാൻ ഒരു മാസം 12,000 രൂപ കണ്ടെത്തിയാൽ മതി. ആ 12,000 രൂപ എക്സ്ട്രാ എൻ്റെ ചെലവിൽ നിന്ന് മാറ്റിവെക്കാൻ ഞാൻ എന്തൊക്കെ ചെയ്യണം?
ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ. ഞാൻ ഇപ്പം എനിക്കൊരു സ്ഥലം ഉണ്ടായിരുന്നു ഇവിടെ. എനിക്ക് അപ്പോൾ അതിൽ ജോലി ചെയ്യാൻ ആളെ നോക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ഇവിടെ IVF ചെയ്ത ആളുടെ ഹസ്ബൻഡ് ഇങ്ങോട്ട് വന്ന് ചോദിക്കുകയാണ്, ഇങ്ങനെ നോക്കാമെന്ന് പറഞ്ഞു. ഇപ്പം അദ്ദേഹം അവിടെ നിന്ന് ജോലിയാണ്. അദ്ദേഹത്തിന് ദിവസം 1000 രൂപ കൂലിയുണ്ട്. മാസം 30,000 രൂപ വേണമെങ്കിൽ 30 ദിവസം കഷ്ടപ്പെട്ട് ഉണ്ടാക്കാവേ. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് അപ്പം അധ്വാനിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ അതിൽ നിന്നൊരു 12,000 രൂപ മാറ്റി വെക്കാൻ സാധിക്കത്തില്ലേ? തീർച്ചയായിട്ടും സാധിക്കും. അപ്പം നമ്മളുടെ എയിം എന്താണോ, എയിമിന് വേണ്ടി നമ്മൾ നല്ലൊരു ഹാർഡ് വർക്ക് ചെയ്യും. ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു തുക കടമൊന്നും എടുക്കാതെ തന്നെ ചിലപ്പോൾ നമുക്കൊരു നിശ്ചിത സമയത്തിനുള്ളിൽ കണ്ടെത്താൻ സാധിക്കും. എന്നിട്ട് നിങ്ങൾ ചെയ്തു നോക്കുക. ചെയ്തു നോക്കുമ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ, അത് പോസിറ്റീവ് ആവുമോ നെഗറ്റീവ് ആവുമെന്നല്ല, പക്ഷേ നമ്മൾ ഒന്ന് ശ്രമിച്ചെന്ന് വരും. ആ ഒരു കുറ്റബോധത്തോടെയാണ് പലരും എൻ്റെ അടുത്തോട്ട് വരുന്നത്. എനിക്ക് തന്നെ ഭയങ്കര വിഷമവും ദേഷ്യവും തോന്നി. ഈ അടുത്ത കാലത്ത് തന്നെ ഈ അടുത്ത കാലത്ത് ഇന്നലെയോ പിന്നെ ഞാൻ തന്നെ അദ്ദേഹം ഇന്ന് നടന്ന കാര്യം പറയാം, 43 വയസ്സുള്ളൊരു സ്ത്രീ, ചേട്ടന് കൗണ്ട് 1 മില്യൺ ആണ് കൗണ്ട്. അദ്ദേഹത്തിൻ്റെ FSH വന്ന് 20 അതായത് അദ്ദേഹത്തിന് 10-15 കൊല്ലം മുന്നേ തന്നെ FSH കൂടുതലായിരുന്നു. ടെസ്റ്റിക്കുലർ ഫെയിലിയർ ആണ്. അദ്ദേഹം ഒരു 10 കൊല്ലം മുന്നേ അല്ലെങ്കിൽ ഒരു 5 കൊല്ലം മുന്നേ IVF ചെയ്തായിരുന്നെങ്കിൽ പ്രഗ്നൻ്റ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു. പക്ഷേ ഇപ്പം വരുന്നത് എപ്പോഴാണ്? ചേച്ചിക്ക് 41 വയസ്സുള്ളപ്പോഴാണ് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുട്ടകൾ തീർന്നു, അണ്ടങ്ങൾ തീർന്നു. ഒരു ഡോണറിന് പോലും ഉള്ള ഒരു സാധ്യത ഒരു കഴിഞ്ഞൊരവസ്ഥയിലല്ലേ വരുന്നത്. അപ്പം വളരെ വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് കേൾക്കുന്നവർ കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ശ്രമിക്കുക. സാമ്പത്തികം ഒരിക്കലും ഒരു വിലങ്ങുതടി ആവരുതെന്ന് ഞാൻ പറയും. അതിനുവേണ്ടി കഷ്ടപ്പെടുക. ഏതൊരു കാര്യത്തിലും, നമ്മുടെ ജീവിതത്തിലെ ഏതൊരു കാര്യത്തിലാണെങ്കിലും സാമ്പത്തികം വിലങ്ങുതടി ആകാൻ പാടില്ല. കാരണം നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ട്, നമുക്ക് കാശുണ്ടാക്കാൻ വഴികളുണ്ട്. അതിനുവേണ്ടി പ്രയത്നിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക. കള്ളത്തരം കാണിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ ഒരു കാരണവശാലും കള്ളത്തരം കാണിക്കരുത്, ആരെയും പറ്റിക്കരുത്. പക്ഷേ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളെ ലക്ഷ്യത്തിലെത്താൻ സാധിക്കും. അപ്പോൾ അതിനു വേണ്ടി ശ്രമിക്കുമെന്ന് വിചാരിക്കുന്നു. ആരും സാമ്പത്തികം മാത്രം വിചാരിച്ച് ചെയ്യാതിരിക്കരുത്, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നാൽ കഴിയാവുന്ന ഞാൻ ചെയ്യുന്നുണ്ട്. എനിക്കൊരു മാസം കുറച്ച് പേർക്ക് ഇത് കുറച്ച് കൊടുക്കാറുണ്ട്. കുറച്ച് പേർക്ക് ഞാൻ ഒരു മാസത്തിൽ ഒരാൾക്ക് ഞാൻ സൗജന്യമായിട്ട് എൻ്റെ പ്രതീക്ഷ എന്നുള്ള മരുന്നുകളും കാര്യങ്ങളും എല്ലാം സൗജന്യമായിട്ട് IVF-ന് കൊടുക്കുന്നുണ്ട്. പക്ഷെ അതെന്ന് പറഞ്ഞാൽ എല്ലാവരും വരരുത്. എനിക്ക് അതിൻ്റെ പരിമിതികളുണ്ടല്ലേ. എനിക്കൊരു സ്ഥാപനം നടക്കണം, 16 സ്റ്റാഫുണ്ട്, അവർക്ക് ശമ്പളം കൊടുക്കണം. അപ്പം എന്നാൽ കഴിയാവുന്നതാണ്. എനിക്കൊരു മാസം ഒരാൾക്ക് സൗജന്യമായിട്ട് ചെയ്യാൻ പറ്റും, അത് ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പം തന്നെ ഒരു 4-5 മാസത്തേക്കുള്ള ആൾക്കാരുമായിട്ടുണ്ട്. അപ്പം അതിനൊരു തുക എൻ്റെ ചിലവ്, ഒരു 50-60 രൂപയോളം എനിക്ക് ചിലവാകും. അപ്പം അതേ എന്നെ കൊണ്ട് പറ്റത്തുള്ളൂ. ഒരു മാസം അതിൽ കൂടുതൽ എനിക്ക് പറ്റത്തില്ല. അപ്പം പക്ഷെ ഞാൻ പറയുന്നത് അങ്ങനെയല്ല. ഞാൻ പറയുന്നത് നിങ്ങൾ സൗജന്യമായിട്ട് കിട്ടുന്നതിനെക്കാട്ടി കൂടുതൽ നിങ്ങൾ പ്രയത്നിക്കുക എന്ന് തന്നെ ഞാൻ പറയും. എന്നിട്ട് നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടി വർക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്.